ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്ക് 100% വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള നീക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുമെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തെ പാടെ അവഗണിച്ചുവെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഇന്ത്യയുടെ സാമ്പത്തിക മുരടിപ്പ് മാറ്റാനോ തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്ക് ആശ്വാസം പകരാനോ ഉള്ള ശക്തമായ നടപടികളില്ല എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല LIC പോലുള്ള മേഖലകളിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കുക വഴി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ അതിൻ്റെയും പ്രവർത്തനങ്ങളെ തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നോക്കിക്കണ്ടുകൊണ്ടുള്ള നടപടികളാണ് പലപ്പോഴും ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായോഗിക അർത്ഥത്തിൽ വരുമ്പോൾ ജനങ്ങൾക്കൊരു ആശ്വാസം കിട്ടാത്ത ബഡ്ജറ്റാണ് എന്ന് വേണം പറയാൻ. മുണ്ടക്കൈ പുനരധിവാസത്തിന് ബജറ്റിൽ ഒന്നുമില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ആദ്യമായി കേരളത്തിൽ നിന്നൊരു BJP അംഗം ലോക്സഭയിൽ ഉണ്ടായിട്ടും ബജറ്റിൽ ഒരു പരിഗണനയും ലഭിച്ചില്ലെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. ഇത് ഇലക്ഷൻ സംബന്ധിച്ച ബഡ്ജറ്റുകളാണ് ഇപ്പോഴും അവതരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഈ 8 ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമന് കഴിഞ്ഞിട്ടില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തണമെങ്കിൽ അതനുസരിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നായി കാണണം. അതിന് പകരം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ പലതട്ടിൽ കാണുന്ന ഒരു സർക്കാരിന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർണ്ണമാക്കാൻ കഴിയില്ല. അത് അവരുടെ കയ്യിലിരിപ്പോണ്ട. അല്ലാണ്ട് വെറുതെ മൈക്കിനെ വിളിച്ച് പ്രസംഗിച്ചാൽ പോരാ. അത് യാഥാർത്ഥ്യമാവണമെങ്കിൽ ഇന്ത്യയായിട്ട് കാണണം, ഒന്നായി കാണണം. അത് കാണാൻ നരേന്ദ്രമോദിക്കും കഴിയുന്നില്ല, നിർമ്മലാ സീതാരാമനും കഴിയുന്നില്ല. ബജറ്റ് കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ഇത്രയും നിരാശാജനകമായ ബജറ്റ് ഇതിനു മുൻപുണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വയനാടിന് പോലും ഇല്ല. മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര നിരാശ ആവേണ്ട ഒരു ബഡ്ജറ്റ് ഇതിനു മുമ്പുണ്ടായില്ല. ഇവരുടെ ബഡ്ജറ്റിൽ തന്നെ ഇതിനു മുമ്പുള്ള ഒന്നും ഇത്ര നിരാശയായിരുന്നില്ല. കേരളം എന്നത് അവരുടെ ചിന്തയിലില്ല, അവരെ മനസ്സിലുമില്ല, അവരെ ഭൂപടത്തിലുമില്ല. കേരളം ഒരു പരിപൂർണ അവഗണന തന്നെ. രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു പ്രളയ ദുരന്തം ഉണ്ടായിട്ട് പോലും ഒരു 10 പൈസ അവർ കൊടുത്തിട്ടില്ല. ഇപ്പോൾ അതിന് ശേഷം വരുന്ന ഫസ്റ്റ് ബഡ്ജറ്റിലെങ്കിലും എന്തെങ്കിലുമൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു. ഇതോടുകൂടി ഉറപ്പിക്കാം, കേരളത്തിനെ അവർ പൂർണ്ണമായും അവഗണിക്കുകയാണ് എന്നുള്ളത്. ബജറ്റിനെ പറ്റിയുള്ള കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്.